അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആർട്ടിസ്റ്റ് ഞാൻ പറയാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചത്. ആദ്യം നീ നന്നാകാൻ നോക്കും, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ശരിക്കും സന്തോഷത്തോട് സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. അതിനെ കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടി ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. പറയുമ്പോ മുഴുവൻ പറയണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലയെ ഇഷ്ടപ്പെട്ടു, അത് എവിടെയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എത്ര സ്റ്റാർസിന്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ അവർ മറുപടി കൊടുക്കുന്നുണ്ട്. ഉത്തരം കൊടുക്ക്. എന്താ ഉറക്കം വരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കലയെ കൊലയാക്കുന്നു എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഇതിന്റെ മുന്നിലേക്ക് പറ്റില്ല. ഇവിടെ നല്ലൊരു ശതമാനം ആളുകളും നടക്കുന്ന എന്താണ്, എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. 100% ഞാൻ യോജിക്കുന്നു. സന്തോഷ് നേരത്തെ പറഞ്ഞതുപോലെ കലയെ ഈ കൂടുതൽ നമ്മൾ കൊല ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. എല്ലാവരും ഇവിടെ അവാർഡ് സിനിമ കിട്ടിയ ആളുകൾ വരെ പക്ക ബിസിനസ്സുകാരാണ്. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു അവാർഡ് പടെടുത്തതിന് ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് കാണിക്കും. അവിടുന്ന് ഒരു ചെറിയൊരു പൈസ കിട്ടും, ഒരു എൻട്രി ഫീ. ആ പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഇവിടെ ഒരു നേഴ്സുമാരുടെ കഥ പറയുന്നു. നിങ്ങൾ 100 ദിവസം പടം ഓടിക്കുന്നു, അവാർഡ് മേടിക്കുന്നു. ശരിക്കും നേഴ്സുമാർ അവിടെ സമരം നടത്തി. എത്ര ആൾ പോയി? നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഒരുഭാഗം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ജനങ്ങളവിടെ ഭയങ്കര ഇതിനു വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്, ഇതിനു വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്, വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്. എന്തേ അവാർഡ് വരെ മേടിച്ചവരെന്തുകൊണ്ടാണ് ഇവിടെ പോവാത്തത്? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.